ഭാരതത്തിന്റെ ഭരണഘടന തെറ്റാണെന്നും വോട്ട് ചെയ്യാൻ പാടില്ലെന്നും അവർ തന്നോട് നിർദ്ദേശിച്ചതായും മതപരിവർത്തനത്തിനു ശേഷം സ്വധർമ്മത്തിൽ തിരിച്ചെത്തിയ ചെറുപ്പളശ്ശേരി സ്വദേശി ആതിര ജനം ടിവിയോട് വെളിപ്പെടുത്തി. മതപഠനത്തിന് യമനിൽ പോകാൻ നിർബന്ധിച്ചതായും ആതിര പറഞ്ഞു. മതമൌലികവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ തീവ്ര ദേശവിരുദ്ധ ആശയങ്ങളാണ് മതപരിവർത്തനത്തിന് വിധേയരായ പെൺകുട്ടികളിൽ കുത്തിവെക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടന തെറ്റാണെന്നും വോട്ട് ചെയ്യാൻ പാടില്ലെന്നും അവർ നിർദ്ദേശിച്ചിരുന്നതായും ആതിര വെളിപ്പെടുത്തുന്നു. ലോകം മൊത്തം മുസ്ലിംസിനെ കൊണ്ട് നിറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ പറയും, എന്താ പറയാ, ഇപ്പോ വോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഭാരതത്തിന്റെ എന്താ പറയാ ഭരണഘടന ഒന്നും ശരിയല്ല. മതപഠനം നടത്താൻ യമനിലേക്ക് പോകാനും അവർ ആവശ്യപ്പെട്ടിരുന്നു. യമനിലാണ് ബെസ്റ്റ് ആയിട്ടുള്ള മത സെന്റർ. അപ്പൊ അവിടെ ഈ നബിയുടെ പാരമ്പര്യക്കാരൊക്കെ ഉള്ളത് ഈ യമൻ എന്ന് പറഞ്ഞ കൺട്രിയിലാണ്. അപ്പൊ അവിടെ പോയി പഠിക്കുക, അവിടുന്ന് മതപഠനം പഠിക്കുമായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് യമനിൽ പോയി പഠിക്കുക, അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അപ്പൊ ഞാനും വിചാരിച്ചു യമൻ എന്ന് പറഞ്ഞ നല്ല രാജ്യം. SDPI നേതാവായ സീന ഫർസാന, നൌഫൽ തുടങ്ങിയവരാണ് ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. തെറ്റുതിരുത്തി സ്വധർമ്മത്തിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ആതിര പറഞ്ഞു.